ഇനി നമ്മൾ പോകുന്നത് 80കളിലേക്കാണ് അല്ലെ. ശരിക്കും കോമഡിയുടെ ഒരു അല്ലെങ്കിൽ മിമിക്രിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പറയാം അല്ലേ. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മിമിക്രി തന്നെയാണ്. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് കടക്കാനുള്ളൊരു വലിയ വഴി ആ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ജയറാമേട്ടനും സൈനുദ്ദീൻ ചേട്ടനും പിന്നെ സിദ്ദീഖ് ലാൽ, ഹനീഫ ഇക്ക, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകളുണ്ടോ ഈ പറഞ്ഞതില്? ഒരുപാട് പേര് വിട്ടു. NF പറഞ്ഞില്ല. അപ്പൊ ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ കാലഘട്ടത്തില് മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകന് തിരുവനന്തപുരത്തൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആരെന്ന് മനസ്സിലായോ? യെസ്, എക്സാക്ട്ലി. അത് ചരിത്രങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി. ഫോണിൽ ഗൂഗിൾ ഓൺ ആയിരിക്കുന്നു. ഓണാകും, ഞാൻ ഓണായി വരുന്നേ ഉള്ളൂ. ആദ്യം ഗൂഗിൾ ഓൺ ആകും, അതിനുശേഷമാണ് ഞാൻ ഓണാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എന്താ ചോദ്യം ചെയ്യുന്നത്. മൈക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്ര നേരം എന്റെ വായടച്ചു, എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. കടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞോളൂ. അതെ, ഇനി കുറച്ചു നേരം ഓഫ് ചെയ്യണേ. അപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ TK രാജീവ് കുമാർ സാർ ആണ് ആ ഒരു പ്രതിഭ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ആവശ്യമാണ്. പക്ഷെ ഇപ്പോ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു വിഷ്വൽസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മളോട് അറിയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലേ? പ്ലീസ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മോണോ ആക്ടിന് ഞാൻ പങ്കെടുക്കുന്നതും. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മിമിക്രിയിലും. അങ്ങനെ മിമിക്രിയിൽ ഗോപാലകൃഷ്ണൻ ഞാൻ മോണോ ആക്ടിലുമായിട്ട് ആർട്സ് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് യൂത്ത് ഫെസ്റ്റിന് പോവുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിമിക്രിയിലും മോണോ ആക്ടിനും അംഗീകാരങ്ങൾ കിട്ടുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഗോപാലകൃഷ്ണനോട് ചേർന്നിട്ട് രണ്ടുപേരടങ്ങുന്ന ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊരു കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലെ മോണാക്ട് മിമിക്രി ആൾക്കാരെ കൂടെ എല്ലാം എൻസംബിൾ ചെയ്തിട്ട് ശ്രീറാം എന്ന് പറഞ്ഞ് ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഗായകൻ, ബാലൻ, അദ്ദേഹം ഇന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നന്ദൻ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടാക്കി. അതിന് സൂപ്പർ മിമിക്സ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം എനിക്ക് സിനിമ പഠിക്കണം, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആലപ്പുഴയിലുള്ള മൊഹമ്മ എന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടത്താൻ പോകുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഈ നവോദയയിലുള്ള മാത്യു പോൾ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അദ്ദേഹം ഞങ്ങളുടെ പരിപാടി കാണുകയും പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ നവോദയ അപ്പച്ച സാർ എന്നെ വിളിക്കുകയും 85 മുതൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നവോദയ എനിക്ക് തരികയും നവോദയയിലെ ജിജോയുടെ ബ്രദർ ജോസ് ഒരു കാർ യാത്രയിൽ എൻ്റെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ചോദിച്ചു, ഇങ്ങനെ രാജീവ് മിമിക്രിയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് മിമിക്രി വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചുകൂടാ, ഒരു കോമഡി, ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആലോചിച്ചുകൂടാന്നൊരു വളരെ കാഷ്വലായിട്ട് ജോസുവാൻ ചോദിച്ചതിൽ നിന്നാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമ ചാണക്യൻ എന്ന സിനിമയുടെ തോട്ട് ആദ്യമായി അങ്ങനെ ഒരു മിമിക്രി വെച്ച് ആലോചിക്കാനായിട്ട് തോന്നിയത്. ആ സിനിമയിൽ ഞങ്ങളുടെ സൂപ്പർ മിക്സ് എന്നുള്ള ഗ്രൂപ്പ് ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതിൽ ആ ഗ്രൂപ്പിൽ ജയറാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ജയറാമാണ് അതിനകത്ത് കമൽഹാസൻ ഉപയോഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മിമിക്രിയാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമയുടെ കഥാബീജം. ഞാനെന്ന സിനിമാ സംവിധായകൻ്റെ ഒരു ജനനം എന്ന് പറയുന്നതിന് ഞാൻ മിമിക്രി എന്ന കലയോടും മോണാക്ട് എന്ന കലയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്നിടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഞങ്ങൾ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ പത്മ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ സൈക്കിളിലാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നു രാജീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ എൻ്റെ പോസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയെ കയറ്റി ഞാൻ കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു. തലേ ദിവസം ഞങ്ങൾ ഇതിന് വന്ന് ഒട്ടിച്ചതാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്തൊരു 84 കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കൽ പറയുമായിരുന്നു. കാരണം ഈ മിമിക്രിയെ കുറിച്ചൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ആദ്യം, അദ്ദേഹമാണ് ആദ്യം ചിന്തിച്ചത് ജയറാമിനെ കുറിച്ച്. ജയറാമിനെ എടുക്കാൻ പുള്ളി അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അവരെ എന്ന സിനിമ വന്നു.
പത്മരാജൻ സംവിധാനം അതെ ചെയ്ത. അതെ അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് പോയി. പക്ഷെ ഞാനിത് ആദ്യമേ ചിന്തിച്ചിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇനി അത് ആരോടത്തും പറയുന്നില്ല പ്രസാദെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആള് ജയറാം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പുള്ളി എപ്പോഴും വരുമായിരുന്നു അതെ വേണ്ടത്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നതാണ് ജയറാമിന്റെ ഫേസ്. പക്ഷെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് പോയി. അദ്ദേഹം എടുത്തോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ പക്ഷെ ഉപയോഗിച്ചു. നമുക്ക് അതുകൊണ്ട് എന്താ ഒരു വലിയൊരു കലാകാരൻ നമുക്ക് ലഭിച്ചു അല്ലേ? അതെ. സുരാജ് ചേട്ടനുണ്ട്, നോബി ചേട്ടനുണ്ട്, അസിസൊക്കെയുണ്ട്. നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്തുകാരാണ്. ട്രിവാൻഡ്രത്ത് നിന്നും ഇങ്ങനെ മിമിക്രിയിലൂടെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം. ഞാനത് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. അങ്ങനെ അവര് 4 പേര് 5 പേര് എന്റെ ആ കാലഘട്ടമൊക്കെ അപ്പൊ സൂപ്പർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു പുതിയ അറിവാണ്. ഒരുപാട് സന്തോഷം തോന്നി. അത് മാത്രമല്ല, വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്വന്തം ട്രൂപ്പ് ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ പുള്ളിയുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ പരിപാടി മിമിക്സ് പരേഡ് അവിടെ നടത്തി. വേറൊരു മനുഷ്യൻ ചെയ്യില്ലത്. കാരണം അവരവിടെ കത്തി നിൽക്കുക. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ട്രൂപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും സെനറ്റ് ഹാളിൽ അങ്ങനെ കാണിച്ച ഒരു വലിയ വിശാല മനസ്കൻ കൂടെയാണ് രാജീവ്. അത് സുരാജൻ ചെയ്യാറുണ്ട്. ഇവിടുന്ന് ട്രൂപ്പിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് കളിപ്പിച്ചിട്ട് ആ ഐറ്റം അടിച്ചിട്ട് നമ്മൾ സൗദി പോയി കളിച്ചിട്ടുണ്ട്. അത് അവിടെ ഷോ ഏക്കാഞ്ഞിട്ട് ഇവിടുന്ന് ആളെ വിളിക്കുന്നത്. ഇതങ്ങനെയല്ല. ശരി. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാനിങ്ങനെ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം. ചാണക്യൻ എന്ന ചിത്രത്തിന് മുൻപ് കമലഹാസൻ സാറ് ഒരു ചിത്രത്തില് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അന്ന് മിമിക്രി ഡബ് ചെയ്തത് ഒരു കലാകാരനാണ്. അദ്ദേഹം ആരെന്നറിയാം? അദ്ദേഹം ഒരു മലയാളിയാണ്. ആരാന്നറിയോ? പട്ടം സദൻ. സിറാജ് ഖാൻ correct ആണ്. പട്ടം സദൻ അദ്ദേഹമാണ് കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആ ചിത്രത്തില് ആ രംഗങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.